ക്വസ്റ്റ്യൻ 1. പുരാതന കാലത്ത് മനുഷ്യൻ ആഹാരം ശേഖരിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന മാർഗം ഏതായിരുന്നു? ഓപ്ഷൻ എ കൃഷി, ഓപ്ഷൻ ബി മൃഗപരിപാലനം, ഓപ്ഷൻ സി നായാട്ടും കാട്ടുവിഭവ ശേഖരണവും, ഓപ്ഷൻ ഡി വ്യാപാരം. ആൻസർ ഓപ്ഷൻ സി നായാട്ടും കാട്ടുവിഭവ ശേഖരണവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മനുഷ്യനെ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ പ്രേരിപ്പിച്ച പ്രധാന തൊഴിൽ ഏതാണ്? ഓപ്ഷൻ എ മൺപാത്ര നിർമ്മാണം, ഓപ്ഷൻ ബി കൃഷി, ഓപ്ഷൻ സി നെയ്ത്ത്, ഓപ്ഷൻ ഡി നായാട്ട്. ആൻസർ ഓപ്ഷൻ ബി കൃഷി. തേർഡ് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 1. നദിക്കരയിലാണ് ആദ്യകാലത്ത് കൃഷി ആരംഭിച്ചത്. 2. കൃഷി ആരംഭിച്ചതോടെ മനുഷ്യൻ നാടോടി ജീവിതം അവസാനിപ്പിച്ചു. ഇവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 2 മാത്രം, ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്, ഡി 2ഉം തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ. പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന തൊഴിലുകളെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ, ഓപ്ഷൻ ബി ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ, ഓപ്ഷൻ സി തൃതീയ മേഖല അല്ലെങ്കിൽ ടെറിഷറി സെക്ടർ, ഓപ്ഷൻ ഡി സേവന മേഖല. ആൻസർ ഓപ്ഷൻ എ പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ. ഫിഫ്ത് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ വാഹന നിർമ്മാണം, ഓപ്ഷൻ ബി ബാങ്കിംഗ്, ഓപ്ഷൻ സി ഖനനം അല്ലെങ്കിൽ മൈനിങ്, ഓപ്ഷൻ ഡി സോഫ്റ്റ്വെയർ നിർമ്മാണം. ആൻസർ ഓപ്ഷൻ സി ഖനനം അല്ലെങ്കിൽ മൈനിങ്. സിക്സ്ത് ക്വസ്റ്റ്യൻ. അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന മേഖല ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ കൃഷി മേഖല, ഓപ്ഷൻ ബി വ്യവസായ മേഖല, ഓപ്ഷൻ സി സേവന മേഖല, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസ മേഖല. ആൻസർ ഓപ്ഷൻ ബി വ്യവസായ മേഖല. സെവൻത് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ അല്ലെങ്കിൽ സേവന മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ എ അധ്യാപനം, ഓപ്ഷൻ ബി ഗതാഗതം, ഓപ്ഷൻ സി മത്സ്യബന്ധനം, ഓപ്ഷൻ ഡി ചികിത്സ. ആൻസർ ഓപ്ഷൻ സി മത്സ്യബന്ധനം. എയ്ത്ത് ക്വസ്റ്റ്യൻ. പണത്തിന് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന പഴയകാല രീതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ കറൻസി സമ്പ്രദായം, ഓപ്ഷൻ ബി ബാർട്ടർ സമ്പ്രദായം, ഓപ്ഷൻ സി ഡിജിറ്റൽ പേയ്മെന്റ്, ഓപ്ഷൻ ഡി ബാങ്കിംഗ്. ആൻസർ ഓപ്ഷൻ ബി ബാർട്ടർ സമ്പ്രദായം. നയൻത് ക്വസ്റ്റ്യൻ. താഴെ നൽകിയിരിക്കുന്നവയിൽ ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ കോഴി വളർത്തൽ, ഓപ്ഷൻ ബി തേൻ ശേഖരിക്കൽ, ഓപ്ഷൻ സി പഞ്ചസാര നിർമ്മാണം, ഓപ്ഷൻ ഡി ഇൻഷുറൻസ്. ആൻസർ ഓപ്ഷൻ സി പഞ്ചസാര നിർമ്മാണം. 10th ക്വസ്റ്റ്യൻ. തൊഴിൽ വിഭജനം അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുക, ഓപ്ഷൻ ബി ഒരു ജോലിയുടെ വിവിധ ഭാഗങ്ങൾ പലർക്കായി വീതിച്ചു നൽകുക, ഓപ്ഷൻ സി പകുതി ദിവസം മാത്രം ജോലി ചെയ്യുക, ഓപ്ഷൻ ഡി കൂലി കൊടുക്കാതെ ജോലി ചെയ്യിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ ബി ഒരു ജോലിയുടെ വിവിധ ഭാഗങ്ങൾ പലർക്കായി വീതിച്ചു നൽകുക. 11th ക്വസ്റ്റ്യൻ. ഒരു തയ്യൽക്കാരൻ ഏത് മേഖലയുടെ ഭാഗമാണ്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ഓപ്ഷൻ ബി ദ്വിതീയ മേഖല, ഓപ്ഷൻ സി സേവന മേഖല, ഓപ്ഷൻ ഡി കാർഷിക മേഖല. ആൻസർ ഓപ്ഷൻ ബി ദ്വിതീയ മേഖല. 12th ക്വസ്റ്റ്യൻ. പ്രസ്താവനകൾ വിലയിരുത്തുക. 1. സേവന മേഖല ഭൗതികമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നില്ല. 2. കൃഷിക്ക് ആവശ്യമായ വളവും ഉപകരണങ്ങളും നൽകുന്നത് വ്യവസായ മേഖലയാണ്. ശരിയായതേത്? എ 1 മാത്രം, ബി 2 മാത്രം, സി 1ഉം 2ഉം ശരിയാണ്, ഡി 2ഉം തെറ്റാണ്. ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം ശരിയാണ്. 13th ക്വസ്റ്റ്യൻ. മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് എന്തിനായിരുന്നു? എ കായിക വിനോദത്തിന്,
ബി ഭക്ഷണത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും, സി വീട് കാവൽ നിൽക്കാൻ മാത്രം, ഡി യുദ്ധം ചെയ്യാൻ. ആൻസർ ഓപ്ഷൻ ബി ഭക്ഷണത്തിനും കാർഷിക ആവശ്യങ്ങൾക്കും. 14th ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് സേവന മേഖലയിലെ ഒരു തൊഴിൽ? എ ആശാരിപ്പണി, ബി നെയ്ത്ത്, സി ബാങ്കിംഗ്, ഡി ഇഷ്ടിക നിർമ്മാണം. ആൻസർ ഓപ്ഷൻ സി ബാങ്കിംഗ്. 15th ക്വസ്റ്റ്യൻ. സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടെ രൂപപ്പെട്ട ഒരു ആധുനിക തൊഴിൽ ഏതാണ്? എ മൺപാത്ര നിർമ്മാണം, ഓപ്ഷൻ ബി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സി പനമ്പായ നെയ്ത്ത്, ഡി നായാട്ട്. ആൻസർ ഓപ്ഷൻ ബി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. 16th ക്വസ്റ്റ്യൻ. പ്രാഥമിക മേഖലയെ സഹായിക്കുന്ന തൃതീയ മേഖലയിലെ ഒരു പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ വിളവെടുപ്പ്, ബി വിത്ത് വിതയ്ക്കൽ, സി കാർഷിക വായ്പ നൽകൽ, ഡി കള പറിക്കൽ. ആൻസർ ഓപ്ഷൻ സി കാർഷിക വായ്പ നൽകൽ. 17th ക്വസ്റ്റ്യൻ. ഒരു മില്ലിൽ ഗോതമ്പ് മാവാക്കി മാറ്റുന്നത് ഏത് മേഖലയുടെ പ്രവർത്തനമാണ്? ഓപ്ഷൻ എ പ്രാഥമിക മേഖല, ബി ദ്വിതീയ മേഖല, സി സേവന മേഖല, ഡി വ്യാപാര മേഖല. ആൻസർ ഓപ്ഷൻ ബി ദ്വിതീയ മേഖല. 18th ക്വസ്റ്റ്യൻ. ശരിയായ ജോഡി കണ്ടെത്തുക. എ കൃഷി ദ്വിതീയ മേഖല, ബി പോലീസ് തൃതീയ മേഖല, സി നെയ്ത്ത് പ്രാഥമിക മേഖല, ഡി ഖനനം സേവന മേഖല. ആൻസർ ഓപ്ഷൻ ബി പോലീസ് തൃതീയ മേഖല. 18th ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ പഴയകാലത്ത് ഓരോ കുടുംബവും അവർക്കാവശ്യമായ സാധനങ്ങൾ സ്വയം നിർമ്മിച്ചിരുന്നു, ബി തൊഴിലുകൾ പരസ്പരം ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്, സി ബാർട്ടർ സമ്പ്രദായത്തിൽ പണം ഉപയോഗിച്ചാണ് വിനിമയം നടത്തിയിരുന്നത്, ഡി ജനസംഖ്യ വർദ്ധിച്ചതോടെ തൊഴിലുകളിൽ വൈവിധ്യമുണ്ടായി. ആൻസർ ഓപ്ഷൻ സി ബാർട്ടർ സമ്പ്രദായത്തിൽ പണം ഉപയോഗിച്ചാണ് വിനിമയം നടത്തിയിരുന്നത്. 20th ക്വസ്റ്റ്യൻ. ഗതാഗതം, വാർത്താവിനിമയം എന്നിവ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ വ്യവസായ മേഖല, ബി നിർമ്മാണ മേഖല, സി സേവന മേഖല, ഡി പ്രാഥമിക മേഖല. ആൻസർ ഓപ്ഷൻ സി സേവന മേഖല.